രാജ്യം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തെയാണോ അഭിമുഖീകരിക്കുന്നതെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധം ആഗോളതലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. എണ്ണപ്പാടങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ഓഹരി വിപണിയിൽ പോലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോലും ഇവയ്ക്ക് സാധിച്ചു എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന ചോദ്യം ഉയരാനുണ്ടായ സാഹചര്യം ഈ ഒരു യുദ്ധങ്ങളിലെല്ലാം തന്നെ അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സംവിധാനങ്ങളും അതേപോലെ AI അധിഷ്ഠിതമായുള്ള യുദ്ധമുറകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യം പ്രമുഖ അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ പോലും സജീവമാണ്. ലോകം കൂടുതൽ അക്രമാസക്തവും അസ്ഥിരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുക്രൈനിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. റഷ്യക്ക് ഇറാൻ ഡ്രോണുകൾ നൽകുന്നു, പകരം റഷ്യ ആകട്ടെ ഇറാന് സാങ്കേതിക സഹായം നൽകുന്നു. ഇത് യുദ്ധങ്ങളെ പ്രാദേശിക തലത്തിൽ നിന്ന് ആഗോള തലത്തിലേക്ക് മാറ്റുന്ന ഒന്നായി തന്നെ മാറുകയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ സംഘർഷം, അതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം, ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കുകയും ഇതാകട്ടെ ഇപ്പോൾ പ്രാദേശിക തലത്തിൽ നിന്ന് ആഗോള തലത്തിലേക്ക് മാറുന്ന ഒന്നായി തന്നെ ഇവിടെ ഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രസക്തി നഷ്ടപ്പെടുകയും രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കായി തന്നെ യുദ്ധം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പസക് അമേരിക്ക എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ മേധാവിത്വമുള്ള ആഗോള കാലഘട്ടം അവസാനിച്ചതായി തന്നെ നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആണവായുധങ്ങൾ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ റഷ്യയും ചൈനയും അമേരിക്കയും ഊർജിതമാക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായി തന്നെ എടുത്തു പറയുന്നത്. ചില വിദഗ്ധർ ഇതിനെ ഒരു ലോക മഹായുദ്ധമായി തന്നെ കാണുന്നില്ല. പകരം തന്നെ ഇതൊരു മൾട്ടിമീഡിയൽ വാർ സെനാരിയോ എന്നതാണ് അവർ വാദിക്കുന്നത്. നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ സൈബർ ആക്രമണങ്ങൾക്കും എക്കണോമിക് വാർഫെയറിനുമാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. ചൈന അതുപോലെ തന്നെ തായ്വാനെ ആക്രമിക്കുന്നത് പോലുള്ള വലിയൊരു സംഭവം ഉണ്ടാകാത്തിടത്തോളം കാലം ഇതിനെ ഒരു ലോക മഹായുദ്ധമായി വിളിക്കാൻ സാധിക്കില്ല എന്നതാണ് ചില നിരീക്ഷകർ ഇതിനോടായി തന്നെ വ്യക്തമാക്കുന്നത്. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നത് അവിടെ തർക്ക വിഷയമാണെങ്കിൽ പോലും യുദ്ധങ്ങൾ ഇനി പഴയതുപോലെ ആകില്ല എന്നതാണ് മറ്റൊരു വ്യക്തമായ കാര്യം. സാങ്കേതികമായി മാറുന്നതുവരെയും തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കുന്നതുവരെയും മാത്രമേ ഈ യുദ്ധങ്ങളിൽ അതിജീവനമുള്ളൂ. ഇനിയുള്ളത് തയ്യാറെടുപ്പുകൾ ഓരോ രാജ്യവും ഗൗരവമായി എടുക്കേണ്ടതാണ്. ആഗോള സമാധാനത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളും നിയമങ്ങളും പുനഃസ്ഥാപിക്കേണ്ടതും ഇവിടെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും ലോകത്തെ വൻ വിപത്തിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആത്മനിർഭർ ഭാരതും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ നയമാണ് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായി തന്നെ അവർ ഊന്നി പറയുന്നത്. സൈനിക നവീകരണത്തിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സുരക്ഷയും സൈബർ പ്രതിരോധവും ഇവിടെ ശക്തിപ്പെടുത്തേണ്ടതും അനിവാര്യമായി തന്നെ എടുത്തു പറയേണ്ട ഒന്നായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.